ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഹാജരായി. മുഖ്യപ്രതിയും കമ്പനി ഉടമയുമായ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് ഇഡിക്ക് മുന്നിൽ ഹാജരായത്. വിനിത വി.ജി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, എന്താണ് വിവരങ്ങൾ? ഇവരെപ്പോഴാണ്, എവിടെയാണ് ഹാജരായത്? വിവരങ്ങൾ. സ്മിത, ഈ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതിയും സ്ഥാപന ഉടമയുമായ കെ.ഡി. പ്രതാപനാണ് ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീനയോട് ഹാജരാകാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ശ്രീന ഹാജരായിട്ടില്ല. കെ.ഡി. പ്രതാപൻ മാത്രമാണ് ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. അല്പസമയം മുൻപ് അഭിഭാഷകർക്കൊപ്പമാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ ഇ ഡി ഓഫീസിൽ കെ.ഡി. പ്രതാപൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് തുടങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ കേസിലെ പ്രധാന പ്രതികളായ ഈ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോയിരുന്നു. പിന്നീട് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ഒരു അന്തിമ വിധിയിലേക്ക് കോടതി എത്തുന്നതിനിടെയാണ് അന്വേഷണവുമായി സഹകരിക്കാമെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്താമെന്നും അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കെ.ഡി. പ്രതാപൻ മാത്രമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 1630 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ഈ സ്ഥാപനത്തിന്റെ മറവിൽ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒപ്പം തന്നെ ടാക്സ് വെട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ പ്രതികൾ ഇടപെട്ടിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവരുടെ സ്ഥാപനത്തിലും വീടുകളിലുമൊക്കെ തൃശ്ശൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾ ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി കമ്പനി ഉടമയുമായ കെ.ഡി. പ്രതാപനാണ് ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുള്ളത്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിനിത വി.ജി വിവരങ്ങൾ നൽകുകയായിരുന്നു.